കൂട്ടുകാരെ, നമ്മുടെ എരുമക്കുട്ടി മാളുക്കുട്ടിയുടെ കുഞ്ഞാവ് ഉണ്ടാകുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് ഡിസ്കംഫർട്ട് ഉള്ളവർ ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് മുൻപ് ഇതുപോലെ മൃഗങ്ങളുടെ പ്രസവം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. മുമ്പ് 10 മറ്റോ പഠിക്കുമ്പോൾ വീട്ടിലൊരു ആട് പ്രസവിച്ചു. അന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടത് അന്ന് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ഇതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം സമയം വെച്ച് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മ്യൂസിക്കോ കാര്യങ്ങളോ ഇട്ടൊന്നുമുള്ള എഡിറ്റിംഗ് അല്ല. എന്താണോ കാണുന്നത് അത് അതേ വിഷ്വലിൽ മാക്സിമം ആ വിഷ്വൽ നടക്കുന്ന ടൈമും കൂടെ കാണിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈമായിട്ട് നമ്മളിങ്ങനെ ഒരു കേസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ പോത്ത് അല്ലെങ്കിൽ പശു ഒരുപാട് പ്രാവശ്യം കിടക്കുന്നേക്കാം, എഴുന്നേറ്റേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ലിക്വിഡുകൾ അത് ഒരു ബോൾ പോലെയൊക്കെ ഉണ്ടാവും. അത് പുറത്തോട്ട് വരാം, അകത്തോട്ട് കയറി പോകാം. അങ്ങനെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി നമുക്ക് ചിലപ്പോൾ തോന്നണമെന്നില്ല ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഏകദേശം സമയം കൂടെ കാണിച്ച് എല്ലാ വിഷ്വലും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. പല ആവൃത്തി നമ്മുടെ മാളു ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കുട്ടി ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റേതായ സമയമുണ്ട്. ഏകദേശം ഇന്ന് രാവിലെയാണ് നമ്മൾ ഓരോ മാശെന്നാണ് പറയുക, ഈ ഒരു വെളുത്ത ദ്രാവകം പുറത്തോട്ട് വരുന്നത്. ആ മാശ് കാണുന്നത് ഇന്ന് രാവിലെയാണ്. അപ്പോൾ ഏകദേശം ഒരു ദിവസത്തോളം അന്ന് പകൽ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് 5 മുതലാണ് കാര്യമായ രീതിയിൽ പെയിനും ഒക്കെ അവൾ കാണിക്കാൻ തുടങ്ങിയത്. മാളോ എങ്ങനെയാണോ? ഇവിടെയാണോ വേന? ആ പോട്ടെ. എടി എന്നാന്നേ ഇങ്ങനെ വേനാണോ? പോട്ടെ. സാധാരണ പശുവിനൊക്കെ ഇവിടെ ഈ എല്ലിങ്ങനെ കുഴിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇവിടെ ഇങ്ങനെ ഈ വാലിൻ്റെ അവിടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ഡെലിവറിയുടെ ടൈം ആകുമ്പോൾ. നമ്മളത് വിവരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഫസ്റ്റ് ടൈം എന്നെപ്പോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോയെ. പെയിനുള്ളതുകൊണ്ടാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാളും അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിന് ശേഷം അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന് 3 മണിയോട് കൂടിയാണ് കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും സമയം നാച്ചുറലി ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ എന്തെങ്കിലും കണ്ടിട്ട് പെട്ടെന്ന് ധൃതി വെച്ച് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. ഒരുപാട് കോംപ്ലിക്കേഷൻ വരുന്ന കേസ് മാത്രം നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ലേബർ റൂമിലെ കട്ടണം കിട്ടും കേട്ടോ. ഇല്ലടാ, ടെൻഷൻ അടിക്കണ്ട, കുഴപ്പമൊന്നുമില്ലെന്നേ. പിടിക്കാതെ തൊട്ടേക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ അങ്ങോട്ടും കൂടെ നടന്ന് മടുത്തു. ശരിക്കും ലേബർ റൂമില്ല, ഞങ്ങൾ ഫ്രണ്ടിലെ നെറ്റൊക്കെ അങ്ങനെ താത്തിയിട്ടു ചുരുട്ടി വെച്ചിരുന്നു. ആളും അങ്ങനെ നിൽക്കുവാണ്. രാത്രിയായി. നമ്മൾ കയറ് ലൂസാക്കി പുറത്ത് കെട്ടിയിരുന്നതായിരുന്നേ. എന്നാലും അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനെ നടന്നാലും അവളിങ്ങനെ വട്ടത്തിൽ കറങ്ങി ചുറ്റുക. അപ്പോൾ ഞാൻ കുറച്ച് കുറുക്കി കിട്ടുക ചെയ്ത് കയറിനകത്ത് നീട്ടമില്ലാതെ. അല്ലെങ്കിൽ അവൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ പുൽത്തൊട്ടിയിലോട്ടങ്ങനെ അവൾ കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വയറുള്ളതുകൊണ്ട് ഇതിനിടയ്ക്ക് തിങ്ങിപ്പോവും. അത് പിന്നെ ഒത്തിരി അപകടമാവും. പിന്നെ പുൽത്തൊട്ടി കെട്ടുന്നവർ ഈ സാധനം ഹൈറ്റ് കുറച്ച് വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഫ്രണ്ടിലെ തട അല്ലെങ്കിൽ മുകളിൽ ഒരു വരി കമ്പിയും കൂടെ വിട്ടോണം. അല്ലെങ്കിൽ അവരതിനകത്ത് കയറി കിടന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ മാളുവിനെ കൊണ്ടുവന്ന വീടുണ്ടല്ലോ, അവിടുത്തെ പശുക്കൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ അകത്ത് കയറി കിടന്നിട്ട് കണ്ടില്ല. ഇതുപോലെ വയറുണ്ടായിരുന്നുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കും. ഇവരങ്ങ് ഇരുന്ന് കിടക്കും. അത് കഴിഞ്ഞ് ഇവന് എഴുന്നേക്കത്തില്ലാതെ വരും. നമ്മൾ നോക്കിയില്ലെങ്കിൽ അത് വലിയ അപകടമാവും. ഈച്ചയുണ്ട്. അപ്പോൾ ഈച്ച ഒന്ന് ഓടിക്കാനടിച്ച് പുകയും കിട്ടാമല്ലോ എന്ന് ഓർക്കുക.
പീസയൊക്കെ കൂടി പോവാം. പോകട്ടെ അവിടെ കിടന്നു. നാളെ പോയി കിടന്നു കേട്ടോ. ആളുവേ, ആളുച്ചി, ആളുകുട്ടി, എന്നടി ആളോ ആളോ തരില്ല കേട്ടോ. ആളുവേ, ആളുവേ. കിടന്നോടി, കിടക്കത്തില്ലേ ആളുവേ? കിടന്നോ?
അവളുടെ അടുത്തോട്ട് കൊടുക്കും. തുണി കൂട്ടി എടുക്കുക, അല്ലെ തുണി വീട്ടിൽ പോകും. നോക്കുന്നില്ലേ ഉള്ളു. ഇതേ പിടിച്ച് വലിക്കും കേട്ടോ. അത് തന്നെ കിടക്കും, അല്ലെ മറിഞ്ഞ് അങ്ങോട്ട് പോകും. 5 മിനിറ്റ് ഉണ്ടാകുന്നുണ്ടാകും യോജിച്ച് വന്ന് പോയതേ ഉള്ളൂ. കുഞ്ഞുമാളും ആണോ അതോ കുഞ്ഞോട്ടനാണോ കുഞ്ഞുമാളും ആണോ? കുഞ്ഞുമാളും ആണെന്ന് തോന്നുന്നല്ലേ. നിങ്ങളോട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ്. അതേപടി തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കുമല്ലോ. പിന്നെ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. നമ്മുടെ വീട്ടിൽ മാളു പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ നമ്മളിങ്ങനെ കാത്തിരിക്കുവാണ്. എപ്പോഴാണ് എന്നാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ കുത്തി വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ കുട്ടപ്പായി കൂട്ടത്തിലുള്ളതുകൊണ്ട് എപ്പോഴോ സംഭവിച്ച ഒരു സംഭവമാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. എന്തായാലും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. വളരെ സന്തോഷം. നിങ്ങളോട്ട് ഈ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഓണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ. കേക്ക് ഏറ്റിട്ട് വേണം എനിക്കിട്ട് തൊഴി തരാൻ. അവള് കേൾക്കാനാണ് അവര് പറയുന്നത്. അയ്യോടാ ചോടാ പപ്പി കുട്ടിമാളുവേ, കുട്ടിമാളുവേ എഴുന്നേക്കുന്നുണ്ടോടി? കുട്ടിമാളു, കുട്ടിമാളു എന്നാ 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 പിന്നെ ചീന വേണോ? എന്നൊക്കെ നേരം വെളുത്തിട്ട് വന്നാൽ പറ്റായിരുന്നോ? വർക്കക്ഷന് വേണോ? ചക്കരു അപ്പി അപ്പി അപ്പുജി ആരാ? അപ്പുജി അത് ആരാ? നാളെ ചേച്ചിയുടെ കുഞ്ഞാവേണോ? കുട്ടപ്പാട് കുട്ടുണ്ടോ? എന്നെ അപ്പൂസ അത് ആരാ? ആരാ? അയ്യോ അയ്യോ കുട്ടപ്പായി പാപ്പിക്കുട്ടൻ നാളെ വന്നോ? എന്ത് അത് ആരാ? അപ്പൂസ ഇത് വന്നേ, കണ്ടോ കണ്ടോ നീ? കളിക്കാൻ ആളായോടാ പപ്പി? കളിക്കാൻ ആളായോടാ? അപ്പൂച്ചി
അപ്പൂസേ പാവം പാവം പോരാ, മതി 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 ഉണ്ടായല്ലേ ഉള്ളൂ. വാ നമുക്ക് പിന്നെ കളിക്കാം. വാ ഇങ്ങോട്ട് പോരാ, പപ്പി പോരാ, വാടാ അങ്ങോട്ട് പോരാ.